ഫിലിപ്പ് ജി, അങ്ങ് വന്നത് നന്നായി. ഇന്നിപ്പോൾ ഇന്ന് വീണ്ടും സഭാവിവാദം കത്തിപ്പടരുകയാണ്. അങ്ങിപ്പോൾ BJP ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ, പ്രത്യേകിച്ച് മുനമ്പത്തുകാർ BJPക്ക് അനുകൂലമായ സ്റ്റാൻഡ് എടുക്കുന്നു. പക്ഷേ കേരളത്തിലെ സഭാ നേതൃത്വം BJP വിരുദ്ധരാണ്. അതുകൊണ്ടാണ് PC ജോർജും ഷോണും പൊട്ടിത്തെറിച്ചതെന്നാണ് എൻ്റെ ഒരു ഊഹം. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഓരോരുത്തർ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഓരോരുത്തർക്ക് മറുപടി കൊടുക്കുന്നത്. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇപ്പം മുനമ്പം സമരത്തിന് ഒരു പള്ളി അങ്കണത്തിൽ നടക്കുന്നൊരു സമരമായിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ ആ പള്ളി അങ്കണത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നത് വിശ്വാസികളുടെ കൂടെ സഭ നിന്നില്ലെന്നുള്ളതാണ്. കാരണം പക്ഷെ പിന്നീട് അവർക്ക് തന്നെ മാറ്റി പറയേണ്ടി വന്നു. കാരണം അവർ വിശ്വസിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കുടിച്ചു, ഈ പ്രശ്നം ഇവിടെ തീർന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ആളുകൾ ഇത് നമ്മളെ വിശ്വസിച്ച കൂട്ടർ ഇടതുപക്ഷമാണ്. നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം അപ്പം ഞങ്ങൾ അപ്പോഴും അവരോട് പറഞ്ഞിരുന്നു, ഇത് നമ്മളെ പറ്റിക്കാനായിട്ട് വന്നിരിക്കുകയാണ്, ഇവർ നമ്മളെ ചതിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇപ്പോൾ ഔദ്യോഗിക പക്ഷവും വിഘടനവാദികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളും തിരിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ സഭയ്ക്കെതിരെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഞങ്ങൾ മാറി ഇന്ന് ആ സമരപ്പന്തലിട്ട് ആ സമരം അതേ രീതിയിൽ തുടർന്നുകൊണ്ട് ഇപ്പോഴും ശക്തമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളെ സഭയ്ക്കെതിരാണ് നിങ്ങൾ സമരം നടത്തുന്നതെന്ന് പറഞ്ഞ അതേ സഭയ്ക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വന്നു, ഇടതുപക്ഷം ഞങ്ങളെ ചതിച്ചു വന്നു. അതിനുശേഷം ഏറ്റവും രസകരമായ ഒരു സംഭവം, അതിനുശേഷം അച്ഛൻ തന്നെ പോയി VD സതീശനെ കണ്ടിട്ട് സഹായിക്കണമെന്ന് ചോദിച്ചെന്നുള്ളതാണ്. അതിലും വലിയൊരു സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഷോൺ ജിക്കും PC ജോർജ് സാറിനും അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ള അനുഭവം ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഞങ്ങളത് ഒരു പരിധിവരെ സഹിച്ച് ഞാനതല്ല. ചില ആളുകളൊക്കെ വന്നാൽ എനിക്ക് ഒരുപാട് ക്രൈസ്തവരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവർ പറയാറുണ്ട്, പണ്ടത്തെ കാലമൊന്നുമില്ല, പള്ളിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളാരും കേൾക്കുകയില്ല. അങ്ങനത്തെ സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനം എടുക്കുന്നത്. അതിനർത്ഥം ഞാനൊരു വിശ്വാസത്തിനെതിരല്ല. ഞാൻ ഇന്നും കുർബാന സ്വീകരിക്കുന്നവനും ഒരു കുർബാന ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അത് ഭാഗ്യക്കേടായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സഭയ്ക്കും ഇപ്പോൾ നമ്മളൊന്നും ഞാനൊന്നും ആരുമല്ല സഭയ്ക്കെതിരെ സംസാരിക്കാനായിട്ടും അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാം. ബട്ട് എൻ്റെ വിശ്വാസം, എൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ സമരത്തിൽ വിഘടനവാദിയായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറി ഞങ്ങൾ വേറൊരു സമരപ്പന്തൽ തുടങ്ങിയതിന് എന്നോട് ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹം, ഞാൻ എൻ്റെ പള്ളിയിലെ പെരുന്നാൾ ഏറ്റ ഒരു വ്യക്തിയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാൾ ഏക്കാന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. അതൊരു ഞങ്ങളുടെ ക്രിസ്തീയ ഉടമ്പടികളിൽപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു കല്യാണം, ഒരു മാമോദീസ, ഒരു പരിശുദ്ധ കുർബാന സ്വീകരണം, ഇതുപോലെ പല ഉടമ്പകളിൽ ഒന്നാണ് ഒരു പെരുന്നാളേക്കാന്ന്. പക്ഷെ എന്നെ മാറ്റിക്കളഞ്ഞു അതിൽ നിന്ന്. അത് മാറ്റിക്കളഞ്ഞത് മാത്രമല്ല, അതായത് പള്ളി പറഞ്ഞതുപോലെ, സഭ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ നാരങ്ങ വെള്ളം കുടിച്ച് സമരം തീർക്കാത്തതുകൊണ്ട് തന്നെ ആ പ്രശ്നം തീരില്ല, വിശ്വാസികളുടെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാതെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, പള്ളിയിലെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇതിൻ്റെ അടുത്ത് വരില്ല, ഞാൻ ഒരിക്കലും ഈ സമരത്തിൻ്റെ ഈ ഇടതുപക്ഷം പറയുന്നത് വിശ്വസിക്കില്ല, അവർ നമ്മളെ ചതിക്കാൻ വേണ്ടി മാത്രം വരികയാണ്. പക്ഷേ അത് ശരി, ഇനി നിങ്ങൾ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സഭയ്ക്കെതിരായിരിക്കും. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, കാരണം പക്ഷെ ഞാൻ സമരം നടത്തുന്നത് എൻ്റെ വീടിന് വേണ്ടിയാണ്. അല്ല, സഭ എന്ന് പറയുന്നത് ഒരു ബിഷപ്പോ ഒരു വൈദികനോ മാത്രമാണോ? ഇല്ല, ഞങ്ങളെല്ലാവരും അൽമായരെല്ലാവരും അടങ്ങുന്നതല്ല ഒരു സഭ. അപ്പോൾ അൽമായരുടെ താല്പര്യം നോക്കാതെ ഒരു കത്തനാർ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് തിരുമേനി ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് എങ്ങനെ ശരിയാവും? ഇല്ല, ഞങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും വേറൊരു കാര്യം നമ്മൾ പറയാൻ പറ്റിയതാണോന്ന് എനിക്കറിയില്ല. ബട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരാളുടെ തീരുമാനമായിരുന്നു, സഭയുടെ തീരുമാനമായിരുന്നു, ഒരാളുടെ വ്യക്തിപരമായ ഒരു ഈഗോ ആയിരുന്നു. അത് ഞാൻ എടുത്തു പറയാം, ഞങ്ങളുടെ വികാരി ജനറലിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഈഗോ ആയിരുന്നു. കാരണം അദ്ദേഹം എന്നെ പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ മറ്റുള്ളവരാരും പറയാത്തൊരു സത്യം ഞാൻ പറയാം. ഇപ്പോൾ ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു വക്കീലാണല്ലോ മുനമ്പം സമരത്തിൻ്റെ വക്കീലായിട്ട് ഇരിക്കുന്നത്. ആ കഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഇത് വേണമെങ്കിൽ ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടിരിക്കട്ടെ. ജോർജ് പൂന്തോട്ടത്തിനെ കൊണ്ടുവന്നത് മാത്യു കുഴൽനാടനാണ്. ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന വക്കീലിന്, ഇത്രയും ഒരു പ്രശസ്തനായ ഒരു വക്കീലാണ് അദ്ദേഹം. അത് കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹത്തിന് ഒരു ഓഫീസുള്ളപ്പോൾ മാത്യു കുഴൽനാടിൻ്റെ ഓഫീസിൽ പോയിട്ടാണോ നമ്മൾ ജോർജ് പൂന്തോട്ടത്തിൻ്റെ കരാർ എഴുതുന്നത്? അവിടെയാണ് എനിക്കന്ന് സംശയം തോന്നിയത്. കാരണം എന്തുകൊണ്ടാണ്
ജോർജ് പൂന്തോട്ടം സഹായിക്കാനായിട്ട് വരുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയാലേ നമ്മളൊരു കരാറുണ്ടാക്കേണ്ടത്. മാത്യു കുഴൽനാടൻ്റെ ഓഫീസിൽ പോയി അതിനുശേഷം ഹൈബീഡനാണ് മാത്യു കുഴൽനാടൻ്റെ ഓഫീസിൽ കൊണ്ടു ചെല്ലുന്നത്, ഞങ്ങളുടെ അച്ഛനെയും. അപ്പോൾ അതിന് അന്ന് വേറെ തമാശയുണ്ട്. അതായത് മുനമ്പംകാർക്ക് ഗുണം കിട്ടുന്ന നിയമ ഭേദഗതിയെ എതിർത്ത് വോട്ട് ചെയ്ത ആളാണ് ഹൈബി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാത്യു കുഴൽനാടൻ്റെ ഓഫീസിൽ പോയി ഇത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചെന്നുള്ളതാണ്. പക്ഷേ ഇവരെ കൂടെ പോയ ആൾക്കാർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതിനൊരു പെട്ടെന്നാണ് ബാക്കിയുണ്ടായ വക്കീലുകളെല്ലാവരെയും മാറ്റിയിട്ട് അപ്പോൾ പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായി. വികാരി ജനറലിൻ്റെ ഒറ്റ തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ മാത്രം, ഒരിക്കലും ബിഷപ്പ് അതിൽ ഇടപെട്ടിട്ടില്ല. അല്ല, എൻ്റെ സംശയം ഇവിടെയാണ് ഫിലിപ്പ് ജി. അതായത് ഇപ്പോൾ അവിടുത്തെ 100-600ഓളം കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരും. ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ സഭയുടെ ആത്മായരാണ്, വിശ്വാസികളാണ്. അത് ആളുകളില്ലെങ്കിൽ പള്ളിയില്ല, ഇടവകയില്ല, അവർ മുഴുവൻ ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു നിലപാട് വരുമ്പോൾ അവരെ ഒഴിപ്പിക്കാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായി എങ്ങനെ ഒരു വികാരി ജനറലിന് തീരുമാനമെടുക്കാൻ പറ്റും? സാർ, ഞാൻ ഈ സമരത്തിൽ വരാൻ ഉള്ളൊരു മുഖ്യ ഘടകങ്ങളിൽ 2-3 ഘടകങ്ങളിൽ ഒന്ന്, ഒരു ദിവസം ഞാൻ ആ ബിഷപ്പിനെ പറയുന്നില്ല, ഒരു ബിഷപ്പ് ഞങ്ങളുടെ ഇടവക സന്ദർശിക്കണം, ഈ സമരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ സന്ദർശിച്ചിട്ട് അന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന സ്ഥലത്ത് 5 സെൻറ്റ് വീട് ഞാൻ തരാമെന്ന് പറയുന്നത്. അവിടെ പ്രസംഗിച്ചാണ്, ആ വീഡിയോ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ, സാർ എൻ്റെ വീട് കണ്ടിട്ടില്ലേ, എൻ്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് എനിക്ക് അന്ന് ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. ഞാനിങ്ങനെ ആലോചിക്കണ്ടേ, എന്താണ് ഇവർ, അതിനർത്ഥം ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമെന്നുള്ളത്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നെടുത്തൊരു തീരുമാനമാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കാൻ ആർക്കും പറ്റൂല. 5 സെൻറ്റ് അല്ല 10 സെൻറ്റ്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ കുവൈറ്റ് നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് എന്നോട് സംസാരിച്ച, ബ്രോക്കറെ പോലെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഹൈബീഡൻ എന്ന് പറയുന്ന ദ്രോഹി. എന്നോട് പറഞ്ഞതാണ്, ഡയറക്റ്റ് പറഞ്ഞതാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൊണ്ട് വരും, 5 സെൻറ്റ് സ്ഥലം, അതായത് 10 സെൻറ്റിന് മുകളിലുള്ളവർക്ക് 5 സെൻറ്റ് സ്ഥലവും വീടും, അതിന് കുറവുള്ളവർക്ക് 3 സെൻറ്റ് സ്ഥലവും വീടും മേടിച്ച് നിങ്ങൾ മാറേണ്ടി വരും, അവർ ശക്തരാണെന്ന് പറഞ്ഞ ഒരു ദ്രോഹിയാണ് ഹൈബീഡൻ എന്ന് പറയുന്ന വ്യക്തി. എൻ്റെ ഫോൺ സാക്ഷിയാണ്, എൻ്റെ ഫോണിൽ ഞാൻ അതൊന്ന് നിധി പോലെ കാത്തു വെച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം എന്നെ ഫോൺ ചെയ്യണതാണ്. ഇദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് എന്തിനാണെന്ന് അറിയാം സാർ, ജോഷി അച്ഛൻ ഇദ്ദേഹത്തിനെ വളരെ ഉപദ്രവിക്കുകയാണെന്ന് പറയും. എന്നോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുത്ത് ഫിലിപ്പ് ജി എനിക്കൊന്ന് സംസാരിക്കണം, എന്നെ വല്ലാതെ ജോഷി അച്ഛൻ എന്നെ ഉപദ്രവിക്കണം. ഞാൻ പറഞ്ഞു ജോഷി അച്ഛനൊന്നും, അപ്പോൾ എനിക്ക് ജോഷി അച്ഛനെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു ജോഷി അച്ഛനൊന്നും ഉപദ്രവിച്ചിട്ടില്ല, ജോഷി അച്ഛൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് നോവുന്നുണ്ടെങ്കിൽ താങ്കൾ തെറ്റുകാരനായതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇല്ല, അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം, ഇത് ഞാൻ ഉണ്ടായിക്കാണ്, എൻ്റെ ഫോൺ റെക്കോർഡിലുള്ള സാധനം, ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്യണം, താങ്കളുടെ ബന്ധുവല്ലേ ജോഷി അച്ഛൻ? ഞാൻ പറഞ്ഞു എൻ്റെ ബന്ധുവല്ല ജോഷി അച്ഛൻ, എനിക്ക് ജോഷി അച്ഛൻ അറിയപ്പോലുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആകെ അറിയാവുന്നത് ജോഷി അച്ഛൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, അദ്ദേഹത്തിൻ്റെ അയൽക്കാരനെ എനിക്കറിയാം, ഞാൻ അങ്ങനെ ബന്ധപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്താണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, ഫിലിപ്പൊക്കെ ഇവിടെ നിന്ന് പോകേണ്ടി വരും, അവർ ശക്തരാണ്, മറ്റേതാണ് മറിച്ചാണ്. അന്ന് അവൻ തന്നെ ഞാൻ പറയുന്നു, നല്ല മറുപടിയാണ് ഞാൻ കൊടുത്തത്. നമ്മൾക്ക് വീട് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കണ MP എന്ത് തേങ്ങയാണ്, നമുക്കൊരു പുലിവനൊക്കെ ഒന്നുമല്ല നമ്മുടെ മുമ്പിൽ. നമ്മൾക്കപ്പോൾ ഞാൻ പറഞ്ഞു താൻ തൻ്റെ വഴി നോക്ക്, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വഴി നോക്ക്. അങ്ങനെയാണ് ഞാൻ ശക്തമായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ ഇന്നെനിക്കതിൽ അഭിമാനമുണ്ട്. കാരണം നാട്ടുകാരെല്ലാവരും എന്നെ കാണുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരുണ്ടായത് കാരണം ഇന്നീ മുൻപ്. പക്ഷെ ഇന്ന് വേറൊരു കാര്യം സാറ് മനസ്സിലാക്കി, ഇന്ന് VD സതീഷിന് ഒരു പുതിയൊരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്. എന്തിനാണ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്? ഇവരുടെ ലക്ഷ്യം ഇവിടെ നിന്നൊന്നും നടക്കില്ല, ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പുറത്തെവിടെയോ കൊടുത്ത് ആർക്കാണ് ഇവിടെ സ്ഥലം ഉണ്ടെങ്കിലല്ലേ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കേസ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കണം. അപ്പോൾ അതിന് പലരും കൂട്ടു നിൽക്കുന്നുണ്ട് സാർ. സർക്കാരിന് കുറച്ച് സ്ഥലം അവർക്ക് കൊടുത്ത് തീർക്കണം. അതാണ് ഇപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം. അല്ലാതെ പക്ഷെ മുനമ്പം സമരം ഇന്നും ശക്തമായിട്ട് പോകുന്നുണ്ട്. ആരത് നിർത്തണമെന്ന് പറഞ്ഞാലും നമ്മൾ നിർത്തില്ല. അല്ല, ഞാൻ ഇതിനിടയ്ക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ വിശ്വാസികൾക്ക് ദോഷം വരും എന്ന് ഉറപ്പുണ്ടായിട്ടും സഭയിലെ ചില ആളുകൾ എന്തിനാണ് അത് കണ്ടില്ല എന്ന് നടിച്ച് ഈ ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്? അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം അറിഞ്ഞേണ്ട തെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടരില്ലേ, അറിഞ്ഞേണ്ട. ഇപ്പം അത് സാറ് പറഞ്ഞതിൽ വ്യക്തമാണ്. കാരണം
ഈ ഞങ്ങൾ അറിയണതിന് മുമ്പ് ഇവർക്ക് എല്ലാവർക്കും ഈ കാര്യം അറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്നു. ആദ്യം വളരെ മുമ്പേ ഇവർ വളരെ മനസ്സിലാക്കി. മുമ്പേ ഇവരെല്ലാവർക്കും ഈ കാര്യം അറിയാമായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ട് ഇവർ മറച്ചു വെച്ചു, എന്തുകൊണ്ട് ഇതിനനുസരിച്ച് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ, ഇപ്പോൾ സഭ നേരിട്ടിറങ്ങാതെ പക്ഷെ വേറെ പല സംഘടനകൾ മുഖേന ഈ സമരം പൊളിക്കാൻ നോക്കി. അതിലൊന്നാണ് KLC എന്ന് പറയുന്ന സംഘടന, KRLCC എന്ന് പറയുന്ന സംഘടന. ഈ രണ്ട് സംഘടനകൾ ഉപയോഗിച്ച് ഏറ്റവും ഇപ്പം ചിരി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് സംഘടനയുടെ നേതാക്കന്മാരോട് ഒരാളോട് പറഞ്ഞ് കോൺഗ്രസ് പറഞ്ഞ് കളമശ്ശേരിയിൽ സീറ്റ് തരാമെന്ന് പറഞ്ഞു, ഒരാളോട് പറഞ്ഞ് വൈപ്പിങ്കരയിൽ സീറ്റ്. ഇവർ രണ്ടുപേരും മുണ്ടും ഷർട്ടും തയ്പ്പിച്ച് വെച്ചിട്ട് ഭയങ്കര പ്രവർത്തനം വരുന്നു, ഭയങ്കര പ്രവർത്തനം. ഏറ്റവും രസകരമായ ഒരു സംഭവം, ഇവർ സ്വയം ഒരു മീറ്റിംഗ് കൂടി. ഇപ്പം നമ്മളുടെ നാട്ടിലെ കുറച്ച് ആൾക്കാർ ഒരു രഹസ്യമായിട്ട് ഈ KLCയുടെ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ സാറിന് ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതിൽ പുള്ളി MLA ആയിട്ട് പുള്ളി സംസാരിക്കുകയാണ്. പുള്ളി MLA ആയപ്പോൾ പുള്ളി പറയുന്നുണ്ട് എന്നാ മറ്റേ മെത്രാൻ ഇത്ര അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇവിടെ കൺട്രോൾ. അപ്പോൾ പുള്ളി അന്ന് അവിടെ ഇരിക്കണത് MLA ആയിട്ടാണ് ഇരിക്കുന്നത്. അവസാനം സീറ്റും ഇല്ലൊരു തേങ്ങയില്ല. സീറ്റ് മാത്രമല്ല, അത് അവര് ഞാൻ അറിഞ്ഞിടത്തോളം ബ്രോഡ്വേയിൽ ഏതോ ബുക്ക് ഷോപ്പിൽ പോയിട്ട് എങ്ങനെ MLA ആകാൻ, മറ്റേ ജഗതി മറ്റേ എങ്ങനെ MLA ആകാന്ന് പഠിച്ച് ഇപ്പൊ അവര് മാത്രമല്ല വേറൊരാളെയും കൂടി കോൺഗ്രസ് പറ്റിച്ച് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊരു ടിറ്റു ആന്റണി എന്നും പറഞ്ഞൊരു കോൺഗ്രസ് പ്രവർത്തകനുണ്ട്. അദ്ദേഹമാണ് ഞങ്ങൾ 1G സ്ക്വയറിൽ സമരം നടത്തിയപ്പോൾ ഗുണ്ടകളെയും കൊണ്ട് വന്നത്. ഒന്ന് ആലോചിക്കണം, വൈപ്പിങ്കരക്കാരനാണ്. വൈപ്പിങ്കരൊക്കെ 610 ഫാമിലികളുടെ കുടുംബം നഷ്ടപ്പെടുന്ന കേസിൽ ഹൈബീഡൻ സംസാരിക്കാൻ വരും, ഹൈബീഡിനെതിരെ സംസാരിച്ച് തല്ലാനായിട്ട് കുറച്ച് ഗുണ്ടകളായിട്ട് വന്നേക്കണത്. വന്നത് മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം രണ്ടാമത് ഞങ്ങളുടെ നാട്ടിൽ ഹൈബീഡിന് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്ത കാരണം 10-15 MLA-മാരും ഒരു 5-8 ബസ് ആൾക്കാരുമായിട്ട് വന്നു. അന്നും വന്ന് ഞങ്ങളുടെ 2-3 അപ്പച്ചന്മാർ വന്നിട്ട് വെറുതെ ഇദ്ദേഹത്തിനോട് പേര് ചോദിച്ചു, ടിറ്റു ആന്റണി അല്ലേ? ഇല്ല ഇല്ല, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഇരിക്കുള്ളൂ, ആള് മാറിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് MLA ആകാൻ നടക്കുകയാണ്. സ്വന്തം നാട്ടിൽ 610 കുടുംബങ്ങൾ ഇറങ്ങിപ്പോണ്ട്, അതൊരു ക്രിസ്ത്യാനി, അവരെ അടിച്ചിറക്കാൻ വേണ്ടി അവിടെ നിന്ന് ഗുണ്ടകളെ ആയിട്ട് സ്വന്തം നാട്ടിൽ ഗുണ്ടകളെ കൊണ്ടൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇവൻ മാറി നിൽക്കുക. എന്നിട്ട് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയില്ല, സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടാതിരുന്നപ്പോൾ ഇരുന്ന് മോങ്ങലാണ്. ആ മോങ്ങണൊരു വീഡിയോ എൻ്റെ ഉണ്ട്. ശരി, അത് കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുവന്നത് എന്താണ്, ഞങ്ങൾ മോങ്ങണൊരു വീഡിയോ ഉണ്ട്. അതൊക്കെ ഒന്ന് ഇത് ഡിജിറ്റൽ യുഗമാണെന്ന് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയണ, ഞങ്ങളിപ്പോഴും സഭയ്ക്കെതിരല്ല. പക്ഷെ സഭ ഇപ്പം ഞങ്ങളെ കാണുന്നത്, സമരം നടത്തുന്ന ആൾക്കാരെ കാണുന്നത് സഭയ്ക്ക് അല്ല. സഭ നിങ്ങളെ മാത്രമല്ല, സഭയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ എപ്പോഴും സഹായിച്ചിട്ടുള്ളത്. പാലായിൽ ബിഷപ്പ് ഹൗസിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ, മുനമ്പം വന്നപ്പോൾ സഹായിക്കാൻ BJP ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ BJPയെ ആവശ്യം കഴിഞ്ഞാൽ ഇവർ എന്താണ് പറയാവുന്ന ചീത്തയെല്ലാം പറയും. ജനാധിപത്യ വിരുദ്ധരാണ്, പള്ളിയിൽ പ്രസംഗിക്കും, ദീപികയിൽ മുഖപ്രസംഗം എഴുതും. സാർ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഒരു വിവാദമുണ്ടാക്കാൻ സൃഷ്ടിക്കണമല്ല ഞാൻ പറഞ്ഞു. ഈ എൻ്റെ അടുത്ത് സാറിന് അറിയാം, ഞാനൊരു സൈബർ എക്സ്പേർട്ട് കൂടിയാണ്. ഞാൻ എക്സ്പേർട്ട് അല്ല, ബട്ട് ഐ വാസ് കൺട്രോളിങ് എ സൈബർ ഓഫീസ് എൻ്റെ ജോലി പ്രകാരം. എൻ്റെ അടുത്ത് എൻ്റെ സ്വന്തം വികാരി അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാണ്. കാരണം ആദ്യം വികാരി ജനറൽ അത്രയ്ക്കും എൻ്റെ വികാരി അച്ഛൻ അന്ന് ഞങ്ങളുടെ കൂടെ 100% ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. പക്ഷെ പിന്നീടാണ് അദ്ദേഹം മാറിയത്. എന്നിട്ട് ചോദിച്ചാണ്, വികാരി ജനറലിൻ്റെ ഫോൺ ചോർത്താൻ വല്ല മാറുന്നുണ്ടാകും ചോദിച്ചു എന്നോട്. ഞാനൊരിക്കലും ഞാനൊരു പബ്ലിക് ഓഫീസിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അച്ഛാ അങ്ങനെ സംസാരിക്കുന്നത്? അത്രയ്ക്കും നമ്മൾ അത്രയ്ക്കും നമ്മൾ ഇതാക്കിയാണ്. കാരണം നമ്മൾ BJPയിലേക്ക്, അന്ന് ഞങ്ങൾ BJPയിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ BJPയിലേക്ക് ഒരു കാരണവശാലും അടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഒരു ഫോഴ്സ്ഫുൾ ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, BJP അല്ലാതെ വേറൊരാൾ ഞങ്ങൾക്ക് രക്ഷയില്ല സാർ. വേറെ ആരാണ് ഞങ്ങളെ രക്ഷിക്കാൻ നിൽക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ നിങ്ങളുടെ സഭയുടെ മുകളിലിരിക്കുന്ന ആളുകൾ എന്നിട്ടും അതിനെതിരെ നിലപാടെടുക്കുന്നതാണ്. ഇപ്പോൾ ഷോണും PC ജോർജും പൊട്ടിത്തെറിച്ചത്. എനിക്ക് തോന്നുന്നു ഷോണിൻ്റെയും PC ജോർജിൻ്റെയൊക്കെ പൊട്ടിത്തെറിക്കൽ സ്വാഭാവികമാണെന്ന് തോന്നുന്നു, അല്ലേ? ഓർഗാനിക് മനുഷ്യനാണ് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. അത് പിന്നെ എല്ലാം നമ്മൾ പറയുന്ന പോലെ മുകളിൽ ഒരാളുണ്ടല്ലോ സാർ. അതെ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കുള്ളൂ ഏറ്റവും വലിയൊരു തീരുമാനം. ഏതായാലും ഇപ്പോൾ ജോർജ്, എനിക്കറിയാം അങ്ങേപോലെ തന്നെ ഒരുപാട് ആളുകൾ എനിക്ക് പരിചയമുള്ളവരുണ്ട്. അവർക്ക് പറയുന്നത് ജോർജും
ഷോണും പറഞ്ഞാൽ എന്താ തെറ്റ് എന്ന് ഞങ്ങളുടെ രക്ഷകരാണ് ജോർജ് സാറും ഷോൺജിയും എല്ലാം, രാജീവ് ജി, എല്ലാ BJP-ക്കാരും ഞങ്ങളുടെ രക്ഷകരാണ്. ഞങ്ങൾ അവരുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ. അവർക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, വി വിൽ സ്റ്റാൻഡ്. ഇതൊരു വളരെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കുർബാന കൈക്കൊണ്ടില്ലെങ്കിൽ അതൊരു വലിയ ഭാഗ്യക്കേടായി കരുതുന്ന ഒരു സത്യക്രിസ്ത്യാനിയുടെ വാചകമാണ്. കാരണം BJP-യോടെ നിൽക്കാതെ ആരുടെ കൂടെ നിൽക്കും? ഇത് ഒരു സാധാരണ ക്രൈസ്തവൻ്റെ ചോദ്യമാണ്. സാധാരണ ക്രൈസ്തവൻ്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വേദന, വികാരമൊന്നുമല്ല സഭയുടെ ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകൾക്കുള്ളതെന്ന് അറിയാം. അതുകൊണ്ടാണല്ലോ യേശുദേവൻ അവരെ വെള്ളപൂശിയ കുഴിമാടങ്ങൾ എന്ന് വിളിച്ചത്, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ബൈബിളിലുള്ളതാണല്ലോ. ബൈബിളിലുള്ള വാക്യമാണ് സാർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.